സാർ നമ്മൾ വണ്ടി സർവീസിന് കയറിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് വീലൊക്കെ അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് കേട്ടോ. നിലവിലെ കമ്പനി ലൈൻഡർ കിടക്കണേ. ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ക്ലീൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനും ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്കത് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ചെയിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ മാറണുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്റർ കിടക്കണേ. വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. നമുക്ക് പുതിയതാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഒന്ന് എയർ അടിച്ചാൽ പൊടിയൊക്കെ കളഞ്ഞ് കയറ്റിയാൽ മതി. പിന്നെ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കാലത്ത് എടുക്കുമ്പോൾ കുറച്ച് നേരം വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം മതി. എന്നാൽ വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയാനൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഓടിച്ചിട്ട് 2 ദിവസം നിർത്തിയിട്ട് ഇപ്പം ഇന്ന കാലത്ത് ഇന്നൊക്കെ എടുത്ത് ഓടിക്കുന്ന സമയത്തായാലും വലിയ പ്രശ്നം എന്ന് പറയാനായിട്ട് അങ്ങനെ ഉണ്ടായില്ലായിരുന്നു കേട്ടോ, കിട്ടിയില്ലായിരുന്നു. പിന്നെ ഈ വാക്യൂം പിസ്റ്റനൊക്കെ പുതിയ ഫേഷനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ട്യൂണിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അതിനുള്ള കേസേ ഉള്ളൂ കേട്ടോ അത്. പിന്നെ പ്ലഗ് ആയാലും പുതിയ പ്ലഗ് കിടക്കുക. ജസ്റ്റ് എയർ ഫിൽറ്ററും പ്ലഗൊക്കെ നമ്മൾ ഒരുമിച്ച് മാറ്റിയേക്കണതാണ് ആണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല ഫ്രഷാണ് കിടക്കണം, അത് കുഴപ്പമില്ല, ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്കിതിൻ്റെ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണണേ. അതായത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ ടെസ്റ്റ് അടിക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റാണ് കാണിക്കണേ. 2019 ബാറ്ററി കഴിക്കണേ. അപ്പോൾ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് കയറ്റിയിട്ടേക്കാം. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഉപയോഗമില്ലാത്തത് കൊണ്ട് തന്നെ ചാർജ് ഇറങ്ങും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിക്ക് സ്റ്റോറേജ് കപ്പാസിറ്റിയും കുറവാണ്. അതായത് ബാറ്ററി ഒരുപാട് നേരം ചാർജ് പിടിച്ച് നിർത്തുന്നില്ല, പെട്ടെന്ന് ഡിസ്ചാർജ് ആകുന്നുണ്ട് കേട്ടോ. കാരണം ടെസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ ഫ്രണ്ട് ഡിസ്കിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വരും, ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടാണ് അയച്ചേക്കണേ. അപ്പോൾ പാഡൊക്കെ നല്ല ഫ്രഷ് പാഡാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്കത് ഡിസ്ക് ചെക്ക് ചെയ്യുമ്പോൾ കണ്ട ഒരു അപാകത എന്ന് പറഞ്ഞാൽ അത് ഈ MC യൂണിറ്റ് ഉണ്ടല്ലോ, MC യൂണിറ്റിന് അതിൻ്റെ ഉള്ളിൽ ഫംഗസ് പോലെ വന്നിട്ട് അത് തൽക്കാലത്തേക്ക് ഇപ്പം നമുക്കൊന്നും ചെയ്യണ്ട. പക്ഷെ അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കതൊന്ന് അഴിച്ച് ഈ പീസൊന്ന് മാറ്റി ഇടേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ പറയുക കഴിഞ്ഞാൽ ബ്രേക്ക് ഇങ്ങനെ കറക്റ്റ് ഒരു പൊസിഷനിൽ കിട്ടാത്തൊരു സിറ്റുവേഷൻ, ഒരു കല്ലപ്പോട് കൂടിയിട്ട് വരും. പിന്നെ ബ്രേക്ക് ഒരുപാട് പ്ലേ ഒക്കെ ആയിട്ട് ലാസ്റ്റ് വരുമ്പോഴേക്കാണ് ബ്രേക്ക് കിട്ടുന്ന ആ സിറ്റുവേഷനൊക്കെ വരും. പിന്നെ ഇപ്പം തന്നെ ചെറുതായിട്ടൊരു ടൈറ്റ് പോലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ അലുമിനിയം കവറാണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് ചെറിയ ഗ്യാപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഓയിൽ ടാങ്ക് കിടക്കുന്ന ഭാഗത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ഫംഗസ് പോലെ വന്നിട്ട് ഒരു ഫ്ലൂയിഡൊക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഡിസ്ക് ബ്രേക്ക് തൽക്കാലം വേറെ ഒന്നും ചെയ്യണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് പാഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കയറ്റാം. ഓയിൽ ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്തേക്കാം, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നീട് കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് മൊത്തത്തിൽ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് MC യൂണിറ്റ് ഈ MC സബ് അസംബ്ലി മാറ്റിയിട്ടാൽ മതി. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇത് വന്നപ്പോൾ ഉള്ളതാണ്, അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയത്തക്ക വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. നിലവിലിപ്പോൾ കാർബറേറ്റർ ക്ലീനിങ്ങും എൻജിൻ ഓയിൽ മാറ്റുക, കാർബറേറ്റർ ക്ലീൻ ചെയ്യുക, ജസ്റ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ വന്നുള്ളൂ. കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കതിനൊരു ക്ലീനർ വെച്ചിട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വളരെ ചെറിയ സുഷിരങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ വന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കൽ ഒരു ക്ലീനർ വെച്ചിട്ടാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നാളെ എന്തായാലും വണ്ടി തരാം കേട്ടോ. അപ്പോൾ വെച്ചാൽ വണ്ടിക്ക് ആക്സിഡൻറ്റിൽ വന്ന് കാരണം എന്താ വെച്ചാൽ നമുക്ക് ആംബുലൻസും നോക്കാൻ പറ്റി. പിന്നെ എന്ന് പറഞ്ഞാൽ തിരക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചായിരുന്നു. നാളെ എന്തെങ്കിലും തരാം, എന്തായാലും ഓക്കെ കേട്ടോ.